Hi all, welcome back to Click's Day 9 of PYQ Blitz 25 a day. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Biladi's anomaly occurs in which algorithm? Biladi's anomaly എന്ന് പറയുമ്പോൾ എന്താണ്? പേജ് ഫ്രെയിംസിന്റെ എണ്ണം കൂടുന്തോറും പേജ് ഫോൾട്ടിന്റെ എണ്ണം കൂടുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ Biladi's anomaly എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി occur ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസിലാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ പേജസ് റീപ്ലേസ് ചെയ്യുന്നത് അത് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. സംടൈംസ് ഇറ്റ് ലീഡ് ടു മോർ പേജ് ഫോൾട്ട്സ് വെൻ മോർ ഫ്രെയിംസ് ആർ ആഡഡ്. ഓക്കെ, ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാതിരുന്നത് എന്നുള്ളത് നോക്കാം. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ഇതിനകത്ത് ബിലേഡീസ് അനോമലി വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇറ്റ് റീപ്ലേസസ് ദ പേജ് ദാറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. അതുവഴി നമുക്ക് പേജ് ഫോൾട്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. Now moving to the third one, which is SSTF. SSTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ്. അപ്പൊ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്, നോട്ട് എ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ബിലേഡീസ് അനോമലി എന്ന് പറയുന്നത് യൂഷ്വലി വിർച്വൽ മെമ്മറി പേജിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്, നോട്ട് ഡിസ്ക് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എലിവേറ്റർ അൽഗോരിതം. എലിവേറ്റർ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് തന്നെ പഠിക്കുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ, ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ തന്നെ വരുന്ന ഒരു അൽഗോരിതം ആണ്. സ്കാൻ എന്ന് പറയുന്ന അൽഗോരിതത്തിനെയാണ് നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം, അതിനെയാണ് എലിവേറ്റർ അൽഗോരിതം എന്നും വിളിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് പേജ് റീപ്ലേസ്മെന്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിച്ച് ഇസ് FIFO അൽഗോരിതം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ് ഇൻ. മുന്നൊക്കെ ഉണ്ടായിരുന്ന കേരള PSC എക്സാംസിൽ സ്ഥിരം ചോദിക്കുമായിരുന്ന ചോദ്യമാണ് ബാങ്കേഴ്സ് അൽഗോരിതം ഇതിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന പേപ്പർ, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പേഴ്സ് ഇൻ കേരള PSC's ഹിസ്റ്ററി. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി എന്താ പറയാ, ലക്കി. ഓക്കെ, സോ എന്താണ് ബാങ്കേഴ്സ് അൽഗോരിതം? It's a deadlock avoidance algorithm, okay, which is option B. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To manage resource allocation in a safe state. Let's check what are the other options. First option എന്ന് പറയുന്നത് deadlock prevention. Deadlock prevention എന്ന് പറയുമ്പോൾ deadlock occur ചെയ്യാനുള്ള 4 necessary conditions ഉണ്ടല്ലോ. അത് ഒക്കർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താണ് ഡെഡ്ലോക്ക് പ്രിവെൻഷനിൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഡെഡ്ലോക്കിന് വേണ്ട കണ്ടീഷൻസ്? നമുക്ക് വരുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, ഹോൾഡ് ആൻഡ് വെയിറ്റ് വരുന്നുണ്ട്, പിന്നെ സർക്കുലർ വെയിറ്റ് വരുന്നുണ്ട്, പിന്നെ നോ പ്രിയംഷൻ. ഇത്രയാണ് ഡെഡ്ലോക്കിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് അൽഗോരിതം ഡെഡ്ലോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളതല്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? unsafe states avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, now second option we have already discussed it. Now moving to the third option, which is deadlock detection. So deadlock detection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഡ്ലോക്ക് ഒക്കർ ചെയ്തതിന് ശേഷം അത് ഡിറ്റക്ട് ചെയ്യുക. ബാങ്കേഴ്സ് അൽഗോരിതം എന്താണ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് unsafe states from arising in the first place. So of course it's option C is not the answer. Next option, deadlock recovery. ഇതിനകത്ത് എന്താ പറയുക? ഇറ്റ്സ് അബൌട്ട് റിക്കവറിംഗ് ഫ്രം എ ഡെഡ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് occurs. Banker's algorithm does not deal with recovery but rather avoids deadlocks proactively. So this is not the right answer. So Banker's algorithm is used in option B, which is deadlock avoidance. Moving to the next question. A counting semaphore is initialized to 4. ഏതാണ്? counting semaphore ആണ് കേട്ടോ. Then 8 P of wait and 3 V of signal operations are performed in the semaphore. The final value of semaphore is, okay, first of all we need to know counting semaphores. എന്താണ് counting semaphore? It's an integer variable used for managing concurrent processes. It supports 2 atomic operations. അതിൽ ഒന്നാമത്തേതാണ് P of wait operation. P of wait എന്ന് പറയുമ്പോൾ decreases semaphore value by 1, -1 ആണ് നടക്കുന്നത്. ഓക്കെ, then second operation എന്ന് പറയുന്നത് V of
signal operation. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ increases the semaphore value by 1. Okay, semaphore value ട്ടോ. Semaphore value ഡിക്രീസ് ചെയ്യുന്നതാണ് പി ഓഫ് വെയിറ്റിനകത്ത് നടക്കുന്നത്. പി ഓഫ് സിഗ്നലിനകത്ത് നടക്കുന്നത് സെമാഫോർ വാല്യൂ ഇൻക്രീസസ് ബൈ 1. നമുക്ക് തന്നിട്ടുണ്ട് എന്ത് ഇനീഷ്യലൈസ് ടു 4 കൗണ്ടിങ് സെമാഫോർ ആണ്. അത് ഇനീഷ്യലൈസ് ടു 4. അപ്പൊ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇനി പി ഓഫ് വെയിറ്റ് ഓപ്പറേഷൻസ് എത്ര നടക്കുന്നുണ്ട്? 8 എണ്ണം നടക്കുന്നുണ്ട്. സോ ഈച്ച് ഡിക്രീസസ് ദ വാല്യൂ ബൈ 1 അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ആഫ്റ്റർ 8 പി ഓഫ് വെയിറ്റ് എന്ന് പറയുന്ന ഇതിന് ശേഷം അത്രയും നടന്നു കഴിഞ്ഞാൽ 4 മൈനസ് 8 ആയിരിക്കും. അതായത് വിച്ച് ഇസ് -4 എന്ന വാല്യൂലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? 3 വി ഓഫ് സിഗ്നൽ. ഇത് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ -4 ഇൻക്രീസ് ബൈ 1 അല്ലേ വേണ്ടത് നമുക്ക്. -4 + 3 = -1. സോ ദ ഫൈനൽ സെമാഫോർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഇത്രയും ഓപ്പറേഷൻസിന് ശേഷം ഇറ്റ് വിൽ ബി -1. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A system supports a virtual address space of 4096 pages, each with 512 bits. Okay, virtual address space ആണ്. 4096 pages ഉണ്ട്. ഓരോന്നും 512 ബൈറ്റ് വീതമാണ്. മെയിൻ മെമ്മറിനെ സംബന്ധിച്ചിടത്തോളം 1024 ഫ്രെയിംസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാന്ന് തോന്നുന്നു. Then the number of bits in physical address is virtual address space 4096 pages ആണെന്ന് തന്നിരിക്കുന്നു. പേജ് സൈസ് 512 ആണെന്ന് തന്നിരിക്കുന്നു. മെയിൻ മെമ്മറി 1024 ഫ്രെയിംസ് ആണ്. നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഫിസിക്കൽ അഡ്രസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിസിക്കൽ അഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം നമ്പർ ബിറ്റ്സ് കാണും, അതിനെ ഞാൻ F വെച്ച് ഡിനോട്ട് ചെയ്യാണ്. ആൻഡ് ഓഫ്സെറ്റ്, പേജ് ഓഫ്സെറ്റ് വിച്ച് ഈസ് D. ഓക്കെ, ഈ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് മൊത്തത്തില് ലോഗ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് ടു ദ ബേസ് 2 അങ്ങനെയാണ് നമ്മൾ കാണുക. ഇനിയിപ്പോ ഫ്രെയിം നമ്പർ ബിറ്റ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ലോഗ് നമ്പർ ഓഫ് ഫ്രെയിം ബിറ്റ്സ് ടു ദ ബേസ് 2. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് പേജ് ഓഫ്സെറ്റ് it can be calculated by log frame size to the base 2. Okay, ഇതാണ് ബേസിക്കലി ഒരു ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ പറയുന്ന പേജ് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത് 512 ബൈറ്റ്സ് ആണ് ഓരോന്നും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തന്നെ ലോഗ് 512 ബേസ് 2 കണ്ടുപിടിക്കേണ്ടി വരും. ദിസ് ഈസ് ഈക്വൽ ടു 9 ബിറ്റ്സ് അല്ലേ വരിക? ആലോചിച്ച് നോക്കൂ. അതായത് D എന്ന് പറയുന്നത് കേട്ടോ, ഏത് ഓഫ്സെറ്റ്, പേജ് ഓഫ്സെറ്റ്, അത് നമുക്ക് 512 ബൈറ്റ്സ് ആണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ ലോഗ് 512 ബേസ് 2 is equal to 9 bits. Just think as 2 power 9 equal to what? എത്രയാണ് വരുന്നത്? 512 അല്ലേ നമുക്ക് ആൻസർ വരാം. സോ we can say that the log 512 base 2 is equal to 9 bits. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണെന്ന് തീരുമാനമായി. ഇനി ഫ്രെയിം നമ്പർ ബിറ്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട് ദ സിസ്റ്റം ഹാസ് 1024 ഫ്രെയിംസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ അഡ്രസ് വി നീഡ് ടു ഫൈൻഡ് ഹൗ മെനി ബിറ്റ്സ് ടു അഡ്രസ് ദം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് F is equal to log 1024 to the base 2 which is equal to 10 bits അല്ലേ വരിക, which means 2 power 10 equal to 1024. Okay, so I can say that the frame size is 10 bits. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ അഡ്രസ് സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ സമ്മല്ലേ 10 plus 9 which is 19 given in option D. So this is the right answer. I hope you got the point. Okay, let's move to the next question.
The method for updating the main memory as soon as a word is removed from the cache is called. Simple ആണ്. റൈറ്റ് ബാക്ക് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ആദ്യം തന്നെ ക്യാഷെ റൈറ്റ് പോളിസീസ് എന്താന്ന് നമുക്ക് നോക്കാം. ക്യാഷയ്ക്ക് അകത്തുള്ള ഒരു വേർഡ് മോഡിഫൈ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെയിൻ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റൈറ്റ് ത്രൂ പോളിസി. ഓക്കെ, അതായത് ക്യാഷയ്ക്ക് അകത്ത് ഒരു റൈറ്റ് ഒക്കർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, മെയിൻ മെമ്മറി അപ്ഡേറ്റ് ചെയ്യാണ്. അതാണ് റൈറ്റ് ത്രൂ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി എന്താണ്, ഡേറ്റ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നുണ്ട്, പക്ഷേ മെമ്മറി ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഈ കേസിൽ എന്താ പറഞ്ഞത്, മെത്തേഡ് ഫോർ അപ്ഡേറ്റിംഗ് മെയിൻ മെമ്മറി തന്നെയാണ്. ആസ് സൂൺ ആസ് എ വേർഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ക്യാഷെ. റൈറ്റ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്, whenever a write occurs in the cache. So in our അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ. സോ റൈറ്റ് ത്രൂ പോളിസി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ. ഓക്കെ, ഇനി സെക്കൻഡ് പോളിസി എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആൻസർ മീൻസ് എന്താണ്, ക്യാഷയ്ക്ക് അകത്ത് ഡേറ്റ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, ക്യാഷയ്ക്ക് അകത്തുനിന്ന് അത് റിമൂവ് ചെയ്യുമ്പോൾ, എവിക്റ്റ് ചെയ്യാന്നാണ് അതിന് ആക്ച്വലി പറയുക. റിമൂവ് ചെയ്യണേക്കെ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള വേർഡ്. എവിക്റ്റ് ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലോട്ട് റൈറ്റ് ബാക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ റൈറ്റ് ബാക്ക് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെമ്മറി ട്രാഫിക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും, പക്ഷേ സംടൈംസ് ഇൻകൺസിസ്റ്റൻസീസിലേക്ക് പോകും, മര്യാദയ്ക്ക് അങ്ങ് മാനേജ് ചെയ്തില്ല എങ്കിൽ. ഓക്കെ, സോ ദിസ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ ബി റൈറ്റ് ബാക്ക് ആണ് നമ്മുടെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കി റിമൈനിങ് ഓപ്ഷൻസ് നോക്കൂ. പ്രൊട്ടക്റ്റഡ് റൈറ്റ്, അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല. നോ സച്ച് സ്റ്റാൻഡേർഡ് ടേം ഇൻ ക്യാഷെ പോളിസി. സോ വി വിൽ അവോയ്ഡ് ദിസ്. റൈറ്റ് ത്രൂ അല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ക്യാഷെ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നോട്ട് എ വാലിഡ് ടെർമിനോളജി ഇൻ ക്യാഷെ മെമ്മറി. സോ വി ആർ റിമൂവിങ് ദാറ്റ് ആസ് വെൽ. ഓക്കെ, now let's move to the next question. If the disk head is located initially at 32, disk head initially located ചെയ്തിരിക്കുന്നത് 32 ലാണ്. Find the number of disk moves required with first come first served if the disk queue for IO blocks requests are 98, 37, 14, 124, 65 and 72. Very easy question. നമുക്കറിയാം ഇനീഷ്യൽ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സേ ഇറ്റ്സ് 32. ഏത് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ആരാണോ ആദ്യം വരുന്നത് ആ ഓർഡറിലായിരിക്കും ഷെഡ്യൂളിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നടക്കുന്ന ആ ടോട്ടൽ ഹെഡ് മൂവ്മെന്റ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ സമപ്പ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് കാണുന്നത്. ഓക്കെ, സോ 32ലാണ് ഇനീഷ്യലി കിടക്കുന്നത്. ദെൻ അത് ഏതിലോട്ട് പോകും? 32 to 98, 92 to ദെൻ ഒരു 37. 98 മൈനസ് 32 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? അറൗണ്ട് ഒരു 66 വരും. ഓക്കെ, ദെൻ 98 to 37 എന്ന് പറയുമ്പോൾ 37 മൈനസ് 98 അതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു 61 ആണ് വാല്യൂ വരുന്നത്. 37 കഴിഞ്ഞിട്ട് ദെൻ എവിടേക്കാണ് പോകുന്നത്? 14ലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഗോസ് ടു 14ലേക്കാണ് പോകുന്നത്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 23 ആണ് വരുന്നത്. ഡിഫറൻസ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മോഡ് ഓഫ് 98 മൈനസ് 32, ഇവിടെ 61 കിട്ടുന്നത് മോഡ് ഓഫ് 37 മൈനസ് 98, ഇവിടെ എന്ന് പറയുമ്പോൾ മോഡ് 14 മൈനസ് 37. അങ്ങനെയാണ് ഈ 23 നമുക്ക് കിട്ടുന്നത്. ദെൻ 14 കഴിഞ്ഞാൽ നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? 124. ഇറ്റ്സ് എ ലോങ് വേ. 124. സോ നമുക്ക് എന്ത് പറയാം? 124 മൈനസ് 14 ഇസ് ഈക്വൽ ടു 110 അല്ലേ വരിക? യെസ്. ദെൻ 124ന്ന് ദെൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? 65ലോട്ടാണ് പോകുന്നത്. സോ ദിസ് ഇസ് മോഡ് 65 മൈനസ് 124 ഇസ് ഈക്വൽ ടു 59. ഇനി 65 എങ്ങോട്ടാണ് പോകുന്നത്? 72ലേക്കാണ് പോകുന്നത്. സോ 72 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം?
72. Mode 72 minus 65 is equal to 7. ഇനി ടോട്ടൽ എന്താണ് നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിസ്ക് മൂവ്സ് റിക്വയർഡ്. അതായത് ടോട്ടൽ ഹെഡ് മൂവ്മെന്റ്സ് എത്ര വന്നു എന്നുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 66 പ്ലസ് 61 പ്ലസ് 23 പ്ലസ് 110 പ്ലസ് 110 ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. Then 59 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. Then 7 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 110 plus 59 plus 7 which will result in 326. ഉണ്ടോ നോക്കൂ ഓപ്ഷൻസിൽ. It is present in option B. Okay, so that's a right answer. Let's move to the next question now. The interrupt servicing mechanism in which the requesting device identifies itself to the processor to be serviced is. The right answer is option B, vectored interrupts. Interrupt servicing mechanism എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് how the processor identifies and handles interrupt requests from various devices. അതാണ് ഈ പറയുന്ന interrupt servicing mechanism കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Requesting device identifies itself to the processor to be serviced. അത് വരുന്നത് ഏത് interrupt servicing mechanismത്തിലാണെന്നാണ് ചോദ്യം. ആദ്യത്തേത് പോളിംഗ് ആണ് വരുന്നത്. അത് ഇൻകറക്റ്റ് ആണ്. കാരണം പോളിംഗിനകത്ത് the processor sequentially checks each device in a fixed order to see if it has a request in an interrupt. അതായത് ഇവിടെ ഡിവൈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈഡ് ഇറ്റ്സെൽഫ്. ഇൻസ്റ്റഡ് ദ പ്രോസസ്സർ എന്ത് ചെയ്യാണ്? ക്വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിവൈസസ് ഒരു ഓർഡർ അനുസരിച്ച് 1 by 1 ആയിട്ട്. പക്ഷെ വെക്ടർഡ് ഇന്ററപ്റ്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് ദ റിക്വസ്റ്റിംഗ് ഡിവൈസ് പ്രൊവൈഡ്സ് ആൻ ഇന്ററപ്റ്റ് വെക്ടർ. ഒരു യുണീക്ക് ഐഡന്റിഫയർ പ്രൊസസ്സറിലേക്ക് കൊടുക്കും. ഈ വെക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഫെച്ച് ദ കറസ്പോണ്ടിങ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അഡ്രസ് അലോയിങ് ഡയറക്റ്റ് ആൻഡ് എഫിഷ്യന്റ് ഹാൻഡ്ലിംഗ്. ഇവിടെ എന്താണ് ഇത് കറക്റ്റ് ആൻസർ ആവാനുള്ള കാരണം എന്താണ്? ദ ഡിവൈസ് ഇറ്റ് സെൽഫ് ഐഡന്റിഫൈസ് ഇറ്റ്സ് ഇന്ററപ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് ആണ്. ഇത് റോങ് ആണ്. ഈ ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് അലോസ് ഹയർ പ്രയോറിറ്റി ഇന്ററപ്റ്റ്സ് ടു ഇന്ററപ്റ്റ് എ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ലോവർ പ്രയോറിറ്റി ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. It does not involve the device identifying itself to the processor. So, it's wrong. Ini final option and the simultaneous requesting. That is also wrong because it refers to multiple devices requesting an interrupt at the same time but does not describe a mechanism where a device identifies itself. Okay, moving to the next question. A process executes the code for cough. That 3 times fork off എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സസ് ക്രിയേറ്റഡ് ഈസ് വെരി സിമ്പിൾ. n ഫോക്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഫോക്സ് ഉണ്ടെങ്കിൽ then it creates 2 power n minus 1 ചൈൽഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഫോക്സ് എത്രയാണ്? 3 അല്ലേ. സോ 2 power 3 minus 1 is equal to എത്രയാ? 8 minus 1 which is equal to 7. So option C is the right answer. There is no further descriptions or explanations required. I'm winding up this video here. The rest of the questions will be discussed in the next video. Okay, so ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെയാണ് ടൈം എടുത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹിയർ ഐ ആം സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.